ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. 2 കൊരിന്ത്യർ 3 അധ്യായത്തിൻ്റെ 17. 2 കൊരിന്ത്യർ 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ ദൈവമക്കൾക്ക് എല്ലാവർക്കും ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യർക്ക് പൊതുവെ ജീവിതത്തിൽ വേണ്ട ഒന്നാണ് സ്വാതന്ത്ര്യം, അല്ലേ? നമ്മൾ ആർക്കും അടിമയാകാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലേ? ഒരിടത്തും ആമേൻ സ്തോത്രം. നമ്മുടെ ജോലി സ്ഥലത്തിലും നമ്മുടെ ശുശ്രൂഷയിലും അല്ലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും എവിടെയും ഏത് മേഖലകളിലും ഒരു മനുഷ്യൻ എപ്പോഴും എന്നുള്ള ഒരു വ്യക്തിപരമായ ഒരു ഫ്രീഡം എല്ലാവർക്കും ആവശ്യമാണ്, അല്ലേ? ആ അതിര് കടന്ന് നമ്മൾ ആരെ എന്ത് ചെയ്യത്തില്ല, കടക്കുകയില്ല. നമുക്കൊരു വ്യക്തിപരമായ സ്വാതന്ത്ര്യം അതെല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവരും അത് അത്യാവശ്യവുമാണ്, അല്ലേ? എല്ലാവർക്കും. ആമേൻ സ്തോത്ര. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ഇപ്പം നമ്മളെ ഒരാൾ ഭരിക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ നിയന്ത്രിക്കാൻ വരുമ്പോഴോ അത് ഇത് ചെയ്യാം, ഇന്ന സമയത്ത് ഇവിടെ വരണം, ഇന്ന സമയത്ത് അവിടെ പോകണം, ഇന്നതേ ചെയ്യാവുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ. നമുക്ക് അങ്ങനെ ആർക്കും ഒരു ഫ്രീഡം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? എല്ലായിടത്തും നമുക്കൊരു ഫ്രീഡം വേണം, നമ്മുടേതായ ഒരു സ്പേസ് വേണം. എപ്പോഴും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ആമേൻ സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, കർത്താവ് ആത്മാവാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു, എന്നിട്ടും ഇപ്പോഴും പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യമില്ല, അല്ലേ? പല ഇടങ്ങളിൽ എന്തില്ല, അതിൻ്റെതായ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്കിപ്പോഴും എന്തില്ല, ചില കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ആമേൻ സ്തോത്രം. ചിലപ്പോൾ പല ചിന്തകളിൽ നിന്ന് അത് നമ്മളെ പലപ്പോഴും ഒരു ഫ്രീഡം തരാതെ നമ്മളെ ഇട്ട് ഞെരുക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പല ജഡീക ചിന്തകളായിരിക്കാം, പാപത്തിൻ്റെ ചിന്തകളായിരിക്കാം. ആമേൻ സ്തോത്രം. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടിരുന്ന സാത്താൻ്റെ പല ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ കെണികളിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലായിരിക്കാം, കഷ്ടതയിലായിരിക്കാം. അങ്ങനെ പല ഇതിലും ശത്രുവാവെ നമ്മൾക്ക് ഒരു ഫ്രീഡം തരാതെ നമ്മൾ ഞെരുക്കുന്നുണ്ട് എങ്കിൽ, പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ എന്ത് ചെയ്തു? ദൈവമക്കളെ സ്വതന്ത്രരാക്കി. അതായത് നമ്മൾ സ്വതന്ത്രരായിരിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലേ? അതായത് ഗലാത്യർ 5:1 നമ്മൾ ആ ഒരു വചനം കാണുന്നത് എന്താണ്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ എന്ത് ചെയ്യാൻ? നമ്മൾ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോയത്. അതിന് ഇംഗ്ലീഷ് വായിച്ചാൽ ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ബി ബർഡൻ അഗെയിൻ. But do not let yourselves, നമ്മളെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? വീണ്ടും വിട്ടു കൊടുക്കരുത് അടിമകളെ പോലെ. ശത്രുവിനെ അടിമകളാക്കുവാനല്ല ദൈവം നമ്മളെ തൻ്റെ രക്തത്താൽ ആമേൻ സ്തോത്ര കാൽവറിയിൽ വെച്ച് നമ്മുടെ സമാധാനത്തിനായി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ സകല സമാധാനത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിതനായി. ആമേൻ സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മളോട് പറഞ്ഞ എന്താ? എപ്പോഴും സന്തോഷിപ്പിൻ. അല്ലാതെ സന്തോഷമില്ലാതെ ദുഃഖത്തിൽ, നിരാശയുടെ അതിൻ്റെ അകത്ത് ഒരു സ്വാതന്ത്ര്യം, നിരാശയുടെ ചിന്തകൾ, ഭാരങ്ങൾ, ഞെരുങ്ങിയിരിക്കുവാനല്ല ദൈവമക്കളെ നമ്മളെ ദൈവം. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആ ക്രൂശിലേക്ക് നോക്ക്. ക്രൂശിൽ നമുക്ക് വേണ്ടി ആ ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തവും എന്തിനാ? നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ്. ആമേൻ സ്തോത്രം. ദൈവവചനം പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടിരിപ്പിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ജയിച്ച കർത്താവ്, ആ ജയിച്ച കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ കല്ലിനെയോ മണ്ണിനെയോ അല്ലെങ്കിൽ വിധിനെയോ ഒന്നും അല്ല, നമ്മൾ ജീവിക്കുന്ന ദൈവത്തെ, നമുക്ക് വേണ്ടി മരിച്ച് തിരുവഴുത്തുകൾ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്, ആശ്രയിക്കുന്നത്, അല്ലേ? അല്ലാതെ മറ്റൊന്നിനുമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അപ്പം നമ്മളെപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടുകൂടെ, നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. അത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് നമ്മളത് അംഗീകരിക്കണം, പൂർണ്ണമായി അതിൽ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പിശാച് കൊണ്ടിരുന്ന അവൻ്റെ തന്ത്രങ്ങൾക്ക് അടിമകളായി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്.
ഹല്ലേലൂയ. അതെ, പിശാച് അത് ചിന്തിക്കാൻ പറഞ്ഞു, അത് ചിന്തിക്കുന്നു, അത് ചെയ്യാൻ പറഞ്ഞു, മോഷ്ടിക്കുന്നു, കൊലപാതകം ചെയ്യുന്നു, അത് ചെയ്യുന്നു. ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ലാതെ വണ്ണം നമ്മൾ ആകുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം ലഭിക്കാൻ എന്തിനാ ദൈവം നമുക്ക് നൽകി? തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകർന്നു. ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് പൽക്കാലം നമ്മളെ അലട്ടുന്ന ചില ഭയങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പല ജഡീക ചിന്തകളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ദൈവമക്കളെ. പല ദുഷ്ടന്റെ പല തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിരാശയിൽ നിന്നുണ്ട്, തോൽവിയിൽ നിന്നുണ്ട്. സകലത്തിന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. എന്ത് ദൈവം തന്നേക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ അങ്ങ് എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചോണം. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ നമുക്ക് ഫ്രീഡം ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു റൂമിനുള്ളിൽ നമ്മളെ അടച്ചു പൂട്ടിയിട്ടിട്ട് അവൻ സ്തോത്രം നമ്മൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിനുള്ളിൽ തന്നിട്ട് പുറലോകം കാണാതെ വണ്ണം നമുക്ക് ഒരു ഫ്രീഡം ഇല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ അതിനുള്ളിൽ എന്ത് ചെയ്യത്തില്ല, ഒരു സന്തോഷം ലഭിക്കുകയില്ല അല്ലേ? നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒന്ന് പുറത്തു വരണം. പുറത്തു വന്നാൽ നമ്മൾ പട്ടിണിയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മളെന്താണ് പുറത്ത് നമ്മൾ ആരും ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മനുഷ്യൻ ഹാപ്പിയാണ് അല്ലേ? അതേപോലെ നമ്മൾ പുറത്തു വരേണ്ടടുത്ത് നമ്മൾ പുറത്തു വരണം ദൈവമക്കളെ. ലാസറിനെ എല്ലാവരും എന്ത് ചെയ്തു? മരിച്ചു അടക്കപ്പെട്ടല്ലേ? ലാസറിനെ മൂടുപടം എല്ലാം ഇട്ട് മുറുക്കി ആ കല്ലറയ്ക്കുള്ളിൽ അടക്കി. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം എന്ത് പറഞ്ഞു? ലാസറെ നീ പുറത്തു വരിക. അവന്റെ ജീവിതത്തിൽ ദൈവം മരണത്തിൽ നിന്ന് എന്ത് കൊടുത്തു? ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. കെട്ടിക്കടന്ന കാലും കൈയും അല്ല, മരിച്ചാൽ എങ്ങനെയാണ് കെട്ടുന്നത് അതുപോലെ കെട്ടിക്കടന്ന ആ ലാസറിന്റെ കല്ലറയിൽ ആമേൻ സ്തോത്രം കർത്താവായ യേശുക്രിസ്തു കടന്നു വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ലാസറെ നീ പുറത്തു വാ. അവന്റെ ജീവിതത്തിൽ ദൈവം അവൻ എന്ത് ചെയ്തു? മരണത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം ലഭിച്ചു. നമുക്കറിയാം, എബ്രായർ നമ്മൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിന്റെ 15-ലുണ്ട്. എന്താണ് അവിടെ ഒരു വചനം ഉണ്ടല്ലോ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവർക്ക് എന്ത് ലഭിച്ചു? അവരെയൊക്കെയും വിടുവിച്ചു എന്ന് തിരുവചനം ലഭിക്കുന്നു. അപ്പൊ മരണത്തിന്റെ ഭീതിയിൽ ആ ചിന്തയിട്ട് ആരെയെങ്കിലും ശത്രുവാവിൽ പിരിമുറുക്കുന്നുണ്ടെങ്കിൽ, നിരാശയുടെ ചിന്തയിലോട്ട് ആരെയെങ്കിലും ശത്രുവായ നിങ്ങൾക്കൊരു ഫ്രീഡം തരാതെ വണ്ണം ചിന്തിക്കുന്നതെല്ലാം നിരാശയുടെ വക്കിൽ നീ ആയിട്ടുണ്ടെങ്കിൽ ദൈവവചനം ഇവിടെ പറയാണ്, ദൈവത്തിൻ്റെ മരണത്താൽ എന്ത് ചെയ്തു? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ ദൈവം എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് വേണ്ടി മാറ്റി. ദൈവമക്കളെ, ജീവപര്യന്തം നമ്മൾ മരണഭീതിയിലായിരുന്നു. ആ മരണഭീതിയിൽ നിന്ന് അവിടെ അടിമകളായിരുന്ന നമ്മളെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഹല്ലേലൂയ. എന്നിട്ടും ദൈവം കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചിട്ടും ഇന്നും നമ്മൾ പല കാര്യങ്ങൾക്കും ശത്രുവിന് അടിമയാണ്. നമുക്ക് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടില്ല? ഹല്ലേലൂയ. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. നമ്മൾ മറ്റ് പലതിന് എന്തിനെയൊക്കെ നമ്മൾ അടിമകളായി തീരുവാണ്. ആമേൻ സ്തോത്ര. തിരുവചനം ഇപ്രകാരം ഒരു വചനമുണ്ട്, ഹല്ലേലൂയ. ഒരുത്തൻ ഏതിനോട് തോക്കുന്നു അതിന് അടിമയായി തീരും. ഹല്ലേലൂയ. ലോകപരമായ കാര്യങ്ങൾക്ക്, സിനിമയ്ക്ക്, അല്ലെങ്കിൽ എന്താണ് അതുപോലെയുള്ള റീൽസ്, പല പല കാര്യങ്ങൾക്ക് നമ്മൾ അടിമകളാണെങ്കിൽ നമ്മളെ എന്ത് ചെയ്യും? ശത്രുവായ നമ്മുടെ ഫ്രീഡത്തിന്മേൽ കളിക്കുവാൻ അല്ലെങ്കിൽ ഫ്രീഡം നശിപ്പിക്കുവാനിടയായിത്തീരും. അപ്പൊ ക്രിസ്തുവിൽ നമുക്ക് ദൈവം എന്ത് തന്നിട്ടുണ്ട്? സ്വാതന്ത്ര്യം. നമുക്ക് എന്തും തുറന്നു പറയുവാൻ, നമുക്ക് എന്തും ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ തുറന്നു പറയുവാനുള്ള ഒരു നല്ലൊരു അപ്പൻ, അതുപോലൊരു സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നമ്മൾ ഇനി അടിമകളല്ല. നമ്മളായിട്ട് ഇനി അടിമ നോത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. നമ്മൾ ഒരിക്കലും നമ്മൾ അനുവദിക്കല്ല. ഇംഗ്ലീഷ് അങ്ങനെ, ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ടു ദി ബേർഡൻ. നമ്മൾ വീണ്ടും നമ്മളെ തന്നെ എന്ത് ചെയ്യരുത്? നമ്മൾ ആ ഒരു ബേർഡനിലേക്ക് നമ്മളെ തന്നെ നമ്മൾ അനുവദിക്കരുത്. നമ്മൾ അനുവദിക്കുന്നതുകൊണ്ടാണ് പല ചിന്തകളും ദുഷ്ടന്റെ പല ഇതും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ ആരെങ്കിലും, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്നവര് നിങ്ങൾ നിരാശയിൽ നിങ്ങൾക്ക് ആ ഒരു ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കാതെ വണ്ണം ഒരു അടിമകളെ പോലെ പിശാച് തരുന്ന ചിന്തകൾക്ക് നിങ്ങൾ അടിമകളാണെങ്കിൽ, സൂയിസൈഡ് എന്ന പോലത്തുള്ള ചിന്തകൾ, ഹല്ലേലൂയ, അതിനും അടിമകളാണെങ്കിൽ, ഹല്ലേലൂയ, അതേപോലെ തന്നെ ഭയത്തിന് അടിമകളാണെങ്കിൽ, ആമേൻ സ്തോത്രം, ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഭയത്തിനുള്ളിൽ അടിമപ്പെട്ട് അതിനൊരു സ്വാതന്ത്ര്യം
ഇല്ലാതെ പുറത്തു വരാൻ കഴിയാത്തവണ്ണം ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആമേ സ്തോത്രം, ബുദ്ധിമുട്ടുകൾ നിരാശയുടെ വക്കിലായിരിക്കുന്നവരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. നീ സന്തോഷവതിയായി, നീ സമാധാനമായി ഇരിപ്പാനാണ് നിനക്ക് വേണ്ടി കാൽവറി കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തത്? മരിച്ച് തിരുവഴുത്തുകൾ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ആത്മാവിനെ നിന്നിൽ പകർന്നു തന്നിരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു റൂമിൻ്റെ അകത്ത് ഒരേ സാധനങ്ങൾ നമ്മൾ അടുക്കി വെച്ച് അതിലേക്ക് എന്താണ് ആമേ സ്തോത്രം ഒരു സ്പേസ് വരുമ്പോൾ ആ റൂമിൻ്റെ അകത്തേക്ക് എല്ലാം കുത്തിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന വസ്തുക്കൾക്ക് യാതൊന്നിനും ഒരു വൃത്തിയോ അല്ലെങ്കിൽ ഒരു അവർക്കൊരു ഫ്രീഡോ ഇല്ല എങ്കിൽ അത് ഒതുക്കി വെച്ച് നല്ല സ്പേസ് അതിലേക്ക് കടന്നു വരുമ്പോൾ അതിനെന്തേലും ഒരു വൃത്തി വരും, എല്ലാത്തിനും ഒരു ഫ്രീഡം ലഭിക്കും അല്ലെ? അങ്ങനെയാണ് നമ്മുടെ ആമേ സ്തോത്രം മനസ്സിനുള്ളിൽ ദുഷ്ടനായ ആമേ സ്തോത്രം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചിലതൊക്കെ ഉണ്ട്, കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ചില ചിന്തകളുണ്ട്. ഇന്ന് പലർക്കും പരിശുദ്ധാത്മാവ് അതിനെ തൊടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിനെ തൊട്ട് കഴിഞ്ഞാൽ നിന്റെ എല്ലാ മേഖലകളിൽ നിനക്ക് എന്ത് കിട്ടും? സ്വാതന്ത്ര്യം ലഭിക്കും. ദൈവത്തിൻ്റെ ആത്മാവാണോ നിന്നെ ഭരിക്കുന്നതെങ്കിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിന്റെ ചിന്തകളിൽ നിനക്ക് ഇഷ്ടമുള്ളതേ നീ ചിന്തിക്കത്തുള്ളൂ. അല്ലാതെ സാത്താൻ്റെ ചിന്തകളോ അവൻ കൊണ്ടുവരുന്ന നിരാശകളോ അല്ല. കർത്താവായ യേശു ക്രിസ്തു അത് പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തയായിരിക്കും. അതെന്താ ചിന്ത? അത് സമാധാനത്തിൻ്റെ ചിന്തയാണ്. ഈ ടെൻഷനും ആമേ സ്തോത്രം അസമാധാനത്തിൻ്റെയൊക്കെ ചിന്ത, ഭീരുത്വത്തിൻ്റെ ചിന്ത, ഇതെല്ലാം എന്തിൻ്റെയാ? ഇതെല്ലാം സാത്താന്യ ചിന്തകളാണ്. ഇതിന് നമ്മൾ അടിമകളായി തീരരുത്. നമ്മൾ ആർക്ക് അടിമകളാകണമെന്നറിയാം? കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്കറിയാം ദാസൻ, അതിൻ്റെ അമ്മേ സ്തോത്രം മൂലഭാഷയിലൊക്കെ അത് വന്ന അത് അടിമ എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് എന്തായി തീരണം? അടിമകളായി തീരണം. ഹല്ലേലൂയ. ആ ദൈവം എന്ത് പറഞ്ഞാലും കേൾക്കുവാനുള്ളൊരു മനസ്സ്, ആമേ എന്തും പറഞ്ഞാലും അനുസരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ 6 ഇരട്ടി എന്ത് ചെയ്യണം? 6 ഇരട്ടി ഉപരി ചോദിച്ചു വാങ്ങണം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ ചിന്തകളിൽ എന്ത് സംഭവിക്കും? സ്വാതന്ത്ര്യം പ്രാപിക്കാനിടയായി തീരും. നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് സംഭവിക്കും? സ്വാതന്ത്ര്യം ലഭിക്കും. അങ്ങനെ നമ്മൾ ഹാപ്പിയായി നമുക്കൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവമക്കളെ, ഈ പിരിമുറുക്കി നമ്മുടെ ഉള്ള സമാധാനം സന്തോഷം നശിപ്പിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ലഭിക്കാത്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. നിന്നെ സകലത്തിനും അത് ഉപദേശിക്കും. നിനക്ക് ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഒരു ട്രബിളിൽ നീ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇനി മുമ്പോട്ട് ഞാൻ എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്ന അവസരങ്ങളിൽ നിരാശയുടെ വക്കിലെത്തുമ്പോഴും ആ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. ദൈവവചനത്തിലൂടെ നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ശബ്ദം നിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആ പരിശുദ്ധാത്മാവ് നിനക്ക് എന്ത് ചെയ്യും? ബുദ്ധി നൽകും. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, അപ്പം സ്വാതന്ത്ര്യം ലഭിക്കാത്ത ഏതൊക്കെ മേഖലകളാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ ചോദിക്കണം. അത് നമുക്ക് എത്ര ചോദിക്കുന്നു അതിന് ഇരട്ടിയായി ദൈവം നമുക്ക് നൽകും. ഹല്ലേലൂയ. എഫേസ്യരിൽ ഒരു വചനമുണ്ടല്ലോ, 1-ാം അധ്യായത്തിന്റെ 18, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ നിങ്ങളുടെ അവകാശത്തിന്റെ മഹിമാദാനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിന്റെ മൺകൂടാരങ്ങളിൽ മേൽ വ്യാപരിക്കുമ്പോൾ ഉണ്ടല്ലോ, നീ ചെയ്യാത്തതും ഇന്ന് പലക്കാലം നിനക്ക് സ്വാതന്ത്ര്യമില്ലാത്തിടങ്ങളിലും എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു തുടങ്ങിയാലുണ്ടല്ലോ അസാധ്യമായി നിന്നൊരു അസാധാരണമാക്കി ദൈവം തീർക്കുവാനിടയായി തീരും. ആ പരിശുദ്ധാത്മാവ് നിന്നിൽ ക്രിയ ചെയ്തു തുടങ്ങുമ്പോൾ നിനക്ക് ആവശ്യമില്ലാത്തത് പലതും എന്ത് ചെയ്യും? പുറത്തു ചാടും. ആമേ സ്തോത്രം. നിന്റെ ഹൃദയത്തിനുള്ളിൽ ടെൻഷൻ ഇടുന്നതും ഭയം ഇടുന്നതുമായ ആത്മീയ ശക്തികൾ, അതായത് എന്താണ് നമുക്ക് ഫിയർ അല്ല ആൻസൈറ്റി, ഫിയർ, ഡിപ്രഷൻ, ഇതുപോലെ വരുന്നത് ചെടിയ ചിന്തകളാമ, ഇതിൻ്റെ എല്ലാ ആത്മാവ് എന്ത് ചെയ്യും? പുറത്തു വരും. എന്തകത്ത് വരണം? അപ്പം പരിശുദ്ധാത്മാവിന് ആവശ്യം പോലെ നമ്മൾ ചോദിച്ച് വാങ്ങണം. ഹല്ലേലൂയ. മത്തായിയിൽ അത് എപ്രകാരം അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, യാചിക്കുന്നവൻ ഏവനും കൊടുക്കും. അത് ഭൗതികമായ നന്മയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. അവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ അപ്പൻ നിങ്ങൾക്ക് വേണ്ടുന്നപോലെ നിങ്ങൾക്ക് നൽകും. പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താ? ദൈവസന്നിധി ഇരുന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താ? പരിശുദ്ധാത്മാവിനേക്കാളും ഹല്ലേലൂയ മറ്റു പലതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭൗതിക നന്മകളാണ്. ഞാൻ ഉൾപ്പെടെ ദൈവമേ, ദൈവസന്നിധി ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും ഞാനും ഉൾപ്പെടെ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ? പക്ഷേ
യഥാർത്ഥത്തിൽ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന എന്താ? ദൈവം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആമേൻ, സ്തോത്രം. പല മാറ്റങ്ങൾ നമുക്ക് പലതിൽ നിന്നും നമുക്ക് ഫ്രീഡം ലഭിക്കും ദൈവത്തിൻ്റെ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സുഹൃത്തെ, നമ്മൾ പലപ്പോഴും ആമേൻ, സ്തോത്രം ഉപവസിക്കുന്നത് പോലും നമുക്ക് നല്ല മാർക്ക് ലഭിക്കുക, നമുക്ക് നല്ല ജോലി ലഭിക്കുക, നമുക്ക് ആമേൻ, സ്തോത്രം ലോകപരമായുള്ള പലതിനല്ല നമ്മൾ ഉപവസിച്ചിട്ടുള്ള. ആമേൻ, സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ഉപവസിച്ചിട്ടുണ്ടോ? സ്വയം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വേണ്ടി മാത്രം മുട്ടുമടക്കിയവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വ്യാപരിക്കുന്ന ശക്തി എന്നെ ഈ മൺകൂടാരങ്ങളിൽ മേൽ ഇറങ്ങണമെന്ന ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധി ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഉറപ്പായി ദൈവത്തിന്റെ ആത്മാവിനാണ് നമ്മളെ നിറയ്ക്കും. നമ്മളൊന്നും ചോദിക്കുന്നില്ല, നമ്മൾ ചോദിക്കുന്നതൊക്കെ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യത്തെ അതിനെക്കുറിച്ച് നമ്മളൊന്നും ചോദിക്കാത്തതുകൊണ്ടാണ് നമ്മൾ അത് നിറയാത്തത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, ആമേൻ, സ്തോത്ര. നമ്മൾ ഈ മൺകൂടാരത്തിന്മേൽ അല്ലെങ്കിൽ ഈ കാപട്യം നിറഞ്ഞ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇതിനുള്ളിൽ ദുഷ്ടനാവൻ വെച്ചിരിക്കുന്ന സകലതും എന്ത് ചെയ്യും? പുറത്തു ചാടും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു സ്വാതന്ത്ര്യം ലഭിക്കുക. നമ്മൾ അടിമകളല്ല, നമ്മൾ സാത്താൻ എന്തല്ല, അടിമയല്ല. തൻ്റെ മരണത്താൽ ദൈവം നമ്മളെ അടിമകളാക്കിയതല്ല, നമ്മളെ സ്വാതന്ത്ര്യം നമുക്ക് തന്നതാ ദൈവമക്കൾ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയുക. ഈ നാളുകൾ അല്ലാതെ ഓരോന്നിനും അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഈ ഒരു വചനം ദൈവം നമ്മളെ എന്ത് ചെയ്യട്ടെ? അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൽ എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലുണ്ട്. ഇനി തൊട്ട് അത് അങ്ങനെ നമുക്ക് പറയാം. പരിശുദ്ധാത്മാവ് എൻ്റെ ഈ മൺകൂടാരത്തിലുണ്ട്, അല്ലെ? പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ ചിന്തകളിൽ സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ സകല കാര്യങ്ങൾക്കും ദൈവം എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. ഇതായിരിക്കണം ഒരു ദൈവ പൈതലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ആമേൻ, സ്തോത്ര. നമുക്ക് ദൈവവചനങ്ങൾ വായിക്കാം. പരിശുദ്ധാത്മാവിനെ അകത്ത മനുഷ്യനെ നമുക്ക് എന്ത് ചെയ്യാം? ബലപ്പെടുത്തി മുമ്പോട്ട് പോവുക. ആമേൻ. അങ്ങനെ സ്വാതന്ത്ര്യത്തോടുകൂടെ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ആ സമാധാനം, ആ സന്തോഷം പൂർണ്ണമായി നമുക്ക് അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരു ജയകരമായി നമുക്ക് നമ്മുടെ ഈ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവമക്കളെ. ആകയാൽ ഈ വചനങ്ങളെ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.